ിനപ്പുറമായി അവർ ചിന്തിച്ചതിനപ്പുറമായി അവിടെ വീഞ്ഞ് തീർന്നുപോയി. എങ്കിൽ യേശു അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് കുറവുകളെ നിറവേറുവാൻ ഇടയായി. ഏതു വീട്ടിലായാലും യേശുവിനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ, യേശുവിനെ ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ കുറവുകളെ നിറവേറ്റുവാൻ ദൈവത്തിന് കഴിയും. മറിയ ആമേ യേശുവിനോട് പറഞ്ഞു, ആമേ സ്തോത്രം, ഇവിടെ വീഞ്ഞ് ആമേ തീർന്നുപോയി. യേശു പറഞ്ഞു, ആമേ സ്തോത്രം, കൽപാത്രങ്ങളിൽ 6 കൽപാത്രങ്ങളിൽ വെള്ളം നിറച്ചു. ഹല്ലേലൂയ. നിറച്ചത് വെള്ളമാണ്, മണമില്ലാത്ത, ഗുണമില്ലാത്ത, രുചിയില്ലാത്ത വെള്ളമാണ് നിറച്ചത്. വേദപുസ്തകം പഠിച്ചാൽ അറിയാം, അവിടെ 4 കൂട്ടരുണ്ടായിരുന്നു. 1 മറിയുടെ മറിയം ടീം, 2 ശിഷ്യന്മാരുണ്ടായിരുന്നു, 3 വിരുന്നുവാഴികൾ ഉണ്ടായിരുന്നു, 4 മറ്റുള്ളവരുണ്ടായിരുന്നു. ആമേ സ്തോത്രം, ഹല്ലേലൂയ. ഗുണമില്ലാത്ത വെള്ളം, മണമില്ലാത്ത വെള്ളം, പക്ഷേ കളറില്ലാത്ത വെള്ളം. എങ്കിൽ വിരുന്നുവാഴി കോരിക്കൊടുത്തപ്പോൾ ഹല്ലേലൂയ മണമുണ്ടായി 1, ഗുണമുണ്ടായി 2, നിറം മാറി 3, രുചി മാറി. ഇന്ന് രാത്രി ദൈവം ചിലതിനെ തൊട്ടാൽ ഗുണമില്ലെങ്കിലും, മണമില്ലെങ്കിലും, കളറില്ലെങ്കിലും സ്തോത്രം ക്വാളിറ്റി വർദ്ധിപ്പാനിട വരും. പച്ചവെള്ളമായി ആ വീട്ടിൽ കൊടുക്കേണ്ടിരുന്ന ആ സ്ഥാനത്ത് യേശു അവിടെ ഉള്ളത് കൊണ്ട് അവിടെ അത്ഭുതം നടപ്പാൻ തുടങ്ങി. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി സ്തോത്രം, ഹല്ലേലൂയ, യേശുവിന്റെ പാരമ്പര്യ ശുശ്രൂഷ, ആദ്യമായുള്ള ശുശ്രൂഷയിൽ അവിടെ അത്ഭുതം നടന്നെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ ആരൊക്കെ മാറി നിന്നാലും, ആരൊക്കെ മാറ്റി നിർത്തിയാലും, യേശു ജീവിതത്തിലുണ്ടെങ്കിൽ, നിന്റെ വീട്ടിലുണ്ടെങ്കിൽ, നിന്റെ കുടുംബത്തിലുണ്ടെങ്കിൽ സ്തോത്രം അവിടെ അത്ഭുതങ്ങൾ ആരംഭം നടക്കാനിട വരും. ഹല്ലേലൂയ. യേശു ഏത് കുടുംബത്തിൽ കയറിയിട്ടുണ്ടോ അവിടെ അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ വായിച്ച വേദഭാഗത്തിൽ യേശു ഒരു കുടുംബത്തിന്റെ ഒരു വിഷയം പരിഹരിപ്പാനായി ആ വീട്ടിലേക്ക് കടന്നു വരികയാണ്. ക്ഷണം കിട്ടി വന്നത് വിവാഹമാണ്. പക്ഷേ സ്തോത്രം അവർ പ്രതീക്ഷിച്ചതിനപ്പുറമാണ് അവിടെ ആള് കടന്നു വന്നത്. നമുക്കറിയാം, ഈ കാലഘട്ടത്തിലാണെങ്കിൽ സ്തോത്രം, അല്ലെങ്കിൽ വിവാഹ വീട്ടിലേക്ക് പോകുമ്പോൾ വളരെ പ്രതീക്ഷയോട്, ഇന്നത്തെ കാലഘട്ടത്തിൽ പിള്ളേരാണെങ്കിൽ 5 വാറും പൊറോട്ട തിന്നാമെന്നും ചിക്കൻ കറി പഠിച്ചു പറിക്കാമെന്നും ഹല്ലേലൂയ ചിക്കൻ കറി കൂട്ടാമെന്നുള്ള ചിന്തയോടുകൂടിയാണ് പോകുന്നത്. പാചകക്കാരൻ ആരായിരിക്കും, ടേസ്റ്റ് ഉള്ള ഫുഡായിരിക്കുമോ എന്ന് ചിന്തിച്ച് കടന്നു പോയിട്ട് 3-4 പേർ കഴിച്ചിട്ട് 10-200 കൊടുത്ത് മുതലാക്കി വരുന്നവരുമുണ്ട്. ഹല്ലേലൂയ. എങ്കിൽ ചില വീട്ടിലൊക്കെ പോയി പാവപ്പെട്ട വീടുകൾ പോയാൽ ഇതുപോലെ ചിക്കനും മട്ടനൊന്നും കിട്ടിയില്ലെങ്കിലും അവരൊരു ചായയോ കടി തന്നാലും സ്തോത്രം, ഹല്ലേലൂയ, ചിലരൊക്കെ അവിടെ പോയി നല്ല നന്മ കൊടുത്തിട്ട് കഴിച്ചിട്ട് വരുന്നത് നമുക്ക് കാണാനിട വരും. ഇതുപോലെ വളരെ പ്ലാനും വളരെ പദ്ധതിയോടുകൂടിയാണ് ആ വീട്ടുകാർ വിവാഹം നടത്തിയിരുന്നതെങ്കിൽ അവരുടെ പ്ലാനുകൾ പൊളിഞ്ഞു. ഇതുപോലെ എത്ര വീട്ടുകാർ പൈസ ഒരുക്കി വെച്ചിട്ട്, സ്വർണം ഒരുക്കി വെച്ചിട്ട് പല വീടുകളിൽ വിവാഹം നടക്കുവാൻ വേണ്ടി പല പദ്ധതികളുമായി ഇറങ്ങിത്തിരിക്കുമ്പോൾ വിവാഹം നടക്കാത്തതിന്റെ കാരണം പലപ്പോഴും യേശുവിനെ ആ വീട്ടിലേക്ക് വിളിച്ചിട്ടില്ല. പണമില്ലാത്തത് കൊണ്ടല്ല, ബാങ്ക് ബാലൻസ് ഇല്ലാത്തത് കൊണ്ടല്ല, സൗന്ദര്യമില്ലാത്തത് കൊണ്ടല്ല, ഇല്ലാത്തത് കൊണ്ടല്ല. എന്തുകൊണ്ട്? യേശുവിനെ വിളിച്ചിരുന്നിട്ടില്ല. എങ്കിൽ ഈ വീട്ടിന്റെ അകത്ത് യേശുവിനെ വിളിച്ചിരുന്നു. അതുകൊണ്ട് സ്തോത്രം, മറിയ അമ്മ പറഞ്ഞു, സ്തോത്രം, ഇവിടെ വീഞ്ഞില്ല. ഹല്ലേലൂയ. ഏത് വീട്ടിൽ യേശു ഉണ്ടെങ്കിലും കുറവുകളെ നിറവേറ്റാൻ കഴിയുന്ന ഒരു ദൈവം സ്തോത്രം വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സന്തോഷം നഷ്ടപ്പെട്ടു പോയി, ആനന്ദം നഷ്ടപ്പെട്ടു പോയോ, യേശുവിനെ വിളിക്കുക. എത്ര നിന്ദിക്കപ്പെട്ട മേഖലയിലും, ഒറ്റപ്പെടുന്ന മേഖലയിലും, വിഷമിക്കുന്ന മേഖലയിലുമാണെങ്കിൽ യേശു വന്നാൽ അവിടെ വിടുതൽ നടക്കും, അവിടെ അത്ഭുതം നടക്കും. ഹല്ലേലൂയ. അവിടെ വീര്യപ്രവർത്തികൾ നടക്കും. ഹല്ലേലൂയ. ഈ വീട്ടിലേക്ക് സ്തോത്രം യേശു അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ സ്തോത്രം യേശുവിന്റെ ടൈമായപ്പോൾ അവിടെ അത്ഭുതം വെളിപ്പെട്ടു. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ സ്തോത്രം ഈ 3 തലത്തിലും ദൈവത്തിന്റെ കരം വെളിപ്പെടാൻ തുടങ്ങി. ഹല്ലേലൂയ. മറിയയുടെ മേൽ വെളിപ്പെടാൻ തുടങ്ങി, ശിഷ്യന്മാർ വെളിപ്പെടാൻ തുടങ്ങി, വിരുന്നുവാഴികൾ വെളിപ്പെടാൻ തുടങ്ങി, മറ്റുള്ളവരിലേക്ക് വെളിപ്പെടാൻ തുടങ്ങി. അവർ ഉഷാറായ ഐക്യത്തോടെ സ്തോത്രം വെളിയിൽ യഹൂദന്മാർ കാല് കഴുകാൻ ഉപയോഗിച്ചിരുന്ന കൽപാത്രത്തിൽ വെള്ളം നിറച്ചു. സ്തോത്രം കുടത്തിന്റെയോ കലത്തിന്റെയോ ഭംഗി അവർ നോക്കിയില്ല. കർത്താവ് പറഞ്ഞതുപോലെ ചെയ്തു. ഈ കാലഘട്ടത്തിൽ ദൈവം പറഞ്ഞത് പലർക്കും ചെയ്യാൻ താല്പര്യമില്ല. അവിടെ സ്വന്തം ഇഷ്ടത്തിലും സ്വന്തം ആഗ്രഹത്തിലും അവർ ചെയ്യുമ്പോൾ പല ജീവിതത്തിലും പാഴ്ചകൾ പറ്റുമ്പോൾ, തകർച്ചകൾ പറ്റുമ്പോൾ, കുടുംബജീവിതങ്ങൾ തകരുമ്പോൾ, അനേക വിവാഹ ജീവിതങ്ങൾ, പല ജീവിത
ജീവിതത്തിൽ കഷ്ടതയായി മാറുമ്പോൾ ദൈവത്തെ കുറ്റം പറയുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. കാലഘട്ടത്തിൽ പാസ്റ്റർമാരെ കുറ്റം പറയുന്നവരെ കണ്ടിട്ടുണ്ട്. ഇന്ന് രാത്രി ഞാൻ നിന്നോട് ദൂത് പറയാം, നിന്റെ വായടച്ച് മിണ്ടായിരുന്നോ ആവേശം നീ ജാമേ തിരഞ്ഞെടുക്കേണ്ടതുപോലെ ദൈവത്തെ തിരഞ്ഞെടുക്കാതെ, ദൈവത്തെ വിളിക്കാതെ നിന്റെ ഇഷ്ടപ്രകാരം നീ മൂവ് ചെയ്തിട്ട് ആവേശോത്രം പലരെയും കുറ്റം പറയുന്നാൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി വെളിപ്പെടും. അതുകൊണ്ട് ഇന്ന് രാത്രി ലൈവിൽ കാണുന്ന നിങ്ങളോട് പരിശുദ്ധ പറയുന്നു, നീ യേശുവിനെ വിളിക്കേ. ഏത് കുറവിനെയും നിറവൊരുത്താൻ കഴിവുന്ന ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. യേശുവിന്റെ ആദ്യത്തെ അത്ഭുതമാണ് കല്യാണ വീട്ടിൽ. നമുക്കറിയാം, ഒരു കുടുംബ ജീവിതം ആരംഭിക്കുന്നത് വിവാഹം കഴിഞ്ഞ കുടുംബ ജീവിതം ആരംഭിക്കുന്നത്. ഇന്ന് അനേക കുടുംബങ്ങളിൽ സ്വസ്ഥതയില്ല, സമാധാനമില്ല, സന്തോഷമില്ല. ദൈവത്തെ അറിഞ്ഞവർ പോലും അഹങ്കരിച്ച് നെകളിച്ച് സാത്താനോനെ ചിങ്കിരന്മാർക്കും വേണ്ടി കീഴ്പ്പെടുത്തി കൊടുത്ത് ഭാര്യ ഭർത്താവിനെ അനുസരിക്കുന്നില്ല. ഭാര്യ ഭർത്താവ് തമ്മിൽ എന്നും അടിയാണ്, മക്കൾ തമ്മിൽ അടിയാണ്. കുടുംബം അനുദിനം സ്വസ്ഥതയും സമാധാനവും ഇല്ലാത്തതിന് പോകുന്നതിന്റെ കാരണം യേശുവിനെ നീ വിളിക്കേണ്ടതുപോലെ വിളിച്ചിട്ടില്ല. നിന്റെ പേര് ക്രിസ്ത്യാനി എന്നാണ്, നിന്റെ പേര് ജോസ് എന്നായിരിക്കാം. ചിലപ്പോ നിന്റെ പേര് ജാസ്മിൻ എന്നോ അല്ലെങ്കിൽ മീരെന്നോ ക്രിസ്ത്യൻ പേര് ക്രിസ്ത്യാനി എന്നോ എന്തെങ്കിലും ക്രിസ്ത്യാനി എന്നൊക്കെ ആയിരിക്കാം. പക്ഷേ യേശുവിനെ നീ വിളിക്കാത്തതിന് കാരണം കൊണ്ട് ജീവിതത്തിന്റെ അകത്ത്, കുടുംബത്തിന്റെ അകത്ത് സ്വസ്ഥതയില്ല, സമാധാനമില്ല, സന്തോഷമില്ല. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ പറയാം, ആവേശോത്രം പച്ചവെള്ളത്തെ ആവേശോത്രം ഹല്ലേലൂയ അത് വക്കോളം നിറച്ചു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ നിറച്ച വെള്ളത്തിന്റെ ക്വാളിറ്റി വർദ്ധിച്ചു. ഹല്ലേലൂയ. നിന്റെ വിദ്യാഭ്യാസം കൊണ്ടോ സൗന്ദര്യം കൊണ്ടോ സമ്പത്ത് കൊണ്ടോ അല്ല, ദൈവത്തിന്റെ മഹത്വം അവിടെ വെളിപ്പെടുന്നത്. സ്തോത്രം. കർത്താവ് പറയുന്നത് നീ ചെയ്യാൻ തയ്യാറാകുമ്പോൾ, കർത്താവ് പറയുന്നത് നീ അനുസരിക്കുമ്പോൾ, കർത്താവ് പറയുന്നത് നീ സ്തോത്രം അതനുസരിച്ച് ചെയ്യുമ്പോഴാണ് ജീവിതത്തിന്റെ അകത്ത് വിടുതലുകൾ